നോക്സിലേക്ക് ഒരു ലൈവ് വീഡിയോ ടൂർ നടത്തിയാൽ നല്ല രസമാകും. അവിടെ സ്വർണം ബാക്കിയുണ്ടോ എന്ന് ആരാണ് ഉറപ്പാക്കുന്നത്? ചിലപ്പോൾ അതൊക്കെ അവിടെ തന്നെ ഉണ്ടാകാം. ഒരുപക്ഷെ മോഷണം പോകാനും ഇടയുണ്ട്. അമേരിക്കൻ പൗരന്മാരുടെ സ്വർണമാണത്. അതൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ എന്നറിയണം. ഇലോൺ മസ്ക് ആണ് പറയുന്നത്. അമേരിക്കയിൽ പുതിയൊരു ചർച്ചയ്ക്കും അഭ്യൂഹങ്ങൾക്കും വഴിമരുന്നിട്ടിരിക്കുകയാണ് മസ്കിന്റെ എക്സ് കുറിപ്പുകൾ. രാജ്യത്തെ സ്വർണ്ണ നാണയ ശേഖരത്തിൽ വൻ കൊള്ള നടന്നതായുള്ള പ്രചാരണങ്ങളാണ് കൊഴുക്കുന്നത്. $400 ബില്യൺ മൂല്യം വരുന്ന ഫോർട്ട് നോക്സിലെ സ്വർണ്ണ ബിസ്ക്കറ്റുകളിൽ പലതും പല കാലങ്ങളായി മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് മസ്കിന്റെ ആരോപണം. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെ 2024 നവംബർ 14 ഡൊണാൾഡ് ട്രംപ് പുതിയൊരു വകുപ്പ് രൂപീകരിക്കുന്ന വിവരം പ്രഖ്യാപിച്ചത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോഗ് സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും കാര്യക്ഷമത പരിശോധിക്കുകയും ചെയ്യുകയാണ് ഈ വകുപ്പിന്റെ ദൗത്യം. മികച്ചൊരു തീരുമാനമാകേണ്ട നീക്കത്തിന്റെ ഉദ്ദേശശുദ്ധി തുടക്കത്തിൽ തന്നെ സംശയിക്കപ്പെട്ടു. ഇലോൺ മസ്ക് എന്ന ലോകത്തെ ഒന്നാമത്തെ സമ്പന്നനെ തെരഞ്ഞെടുപ്പ് കാലത്ത് സാമ്പത്തികമായും അല്ലാതെയും തന്നെ സഹായിച്ച മസ്കിന്റെ തന്നെ ഡോഗിന്റെ ചുമതല ഏൽപ്പിച്ചതിലൂടെയായിരുന്നു ഇത്. ട്രംപ് അധികാരമേറ്റയുടൻ തന്നെ മസ്ക് പണി തുടങ്ങി. USAID എന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്സിന്റെ പ്രവർത്തനം മരവിപ്പിച്ചായിരുന്നു തുടക്കം. ലോക രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര തലത്തിലെ വിവിധ ജീവകാരുണ്യ, മാധ്യമ, സന്നദ്ധ സേവന, ആരോഗ്യ പ്രവർത്തനങ്ങൾക്കും അമേരിക്ക നൽകി വന്നിരുന്ന ഫണ്ടുകൾ നിർത്തിവെച്ചു. ലോകത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച നടപടിയുടെ ആഘാതം ഇന്ത്യക്കുമുണ്ടായി. രാജ്യത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന $21 ബില്യൺ സഹായമാണ് ഒറ്റയടിക്ക് നിർത്തലാക്കിയത്. USAIDയിൽ നിർത്തിയില്ല മസ്ക്. ഓരോ വകുപ്പുകളുടെയും പ്രവർത്തനം പരിശോധിച്ചു. ജോലിയെടുക്കാതെ ശമ്പളം വാങ്ങുന്നവർ എന്നാരോപിച്ച് ഉദ്യോഗസ്ഥരെ കൂട്ടമായി പിരിച്ചുവിടാൻ തുടങ്ങി. വിവിധ വകുപ്പുകളുടെ ഫണ്ടുകൾ വെട്ടിക്കുറച്ചു. മസ്കിന്റെ ആ കുരിശു യുദ്ധം ഇപ്പോൾ ഫോർട്ട് നോക്സിലും എത്തി നിൽക്കുകയാണ്. ഇനി എന്താണ് ഈ ഫോർട്ട് നോക്സ് എന്നല്ലേ? US നഗരമായ കെൻഡക്കിയിലുള്ള സൈനിക താവളത്തിന്റെ പേരാണ് ഫോർട്ട് നോക്സ്. ഇവിടെയാണ് രാജ്യത്തെ സ്വർണ്ണ നാണയ ശേഖരത്തിലെ വലിയൊരു ഭാഗം പതിറ്റാണ്ടുകളായി സൂക്ഷിച്ചിരിക്കുന്നത്. ആ ശേഖരത്തിൽ വൻ കൊള്ള നടന്നതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇന്നും ഇന്നലെ തുടങ്ങിയ പ്രചാരണമല്ലിത്. ഫോർട്ട് നോക്സിലെ സ്വർണ്ണമോഷണ കഥകളുമായി പുസ്തകങ്ങൾ വരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. മസ്കിന്റെ ഡോഗ് പണി തുടങ്ങിയതോടെയാണ് ഗൂഢാലോചന സിദ്ധാന്തക്കാർ പഴയ ഫോർട്ട് നോക്സ് കവർച്ചാ കഥയുമായി വരുന്നത്. മസ്കിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അവർ ഉദ്ദേശിച്ച പോലെ തന്നെ ആ വാദങ്ങൾ മസ്കും ഏറ്റുപിടിച്ചു. ദുരൂഹതയ്ക്ക് കരുത്ത് പകർന്ന് യൂട്ടായിലെ റിപ്പബ്ലിക്കൻ സെനറ്റർ മൈക്ക് ലീയും എത്തി. പലതവണ ഫോർട്ട് സന്ദർശിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ലെന്നും സെനറ്റർ ആണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും കൃത്യമായ വിശദീകരണമില്ലാതെ തടയുകയായിരുന്നുവെന്നുമാണ് ലീ ചൂണ്ടിക്കാട്ടിയത്. പിന്നാലെയാണ് ഫോർട്ട് നോക്സിലെ സ്വർണ്ണമെല്ലാം അവിടെയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മസ്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആകെ 8133 മെട്രിക് ടൺ സ്വർണം അമേരിക്കയുടെ കരുതൽ ശേഖരത്തിൽ ഉണ്ടെന്നാണ് വിവരം. ഇതിൽ 147 മില്യൺ ഔൺസ് സ്വർണം സൂക്ഷിച്ചിരിക്കുന്നത് ഫോർട്ട് നോക്സിലാണ്. ഏകദേശം 411 കോടി ഗ്രാം സ്വർണം വരും ഇത്. ഈ ശേഖരത്തിൽ പലതും മോഷ്ടിക്കപ്പെട്ടതായുള്ള പ്രചാരണങ്ങൾക്ക് ഏറെ പഴക്കമുണ്ടെങ്കിലും ഇതുവരെയും ആ വാദങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ 1974 സെപ്റ്റംബറിലാണ് അവസാനമായി അവിടെ ഒരു ഓഡിറ്റിംഗ് നടക്കുന്നത്. ഇതിനുശേഷം ഇതുവരെയും അത്തരം ഒരു പരിശോധനയും അവിടെ നടന്നിട്ടില്ലെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപിന്റെ ഒന്നാം ഊഴത്തിൽ കെൻഡക്കി സെനറ്ററായിരുന്ന മിച്ച് മക്കോണലിന്റെ നേതൃത്വത്തിൽ ഫോർട്ട് നോക്സിലേക്ക് നടത്തിയ അപ്രതീക്ഷിത സന്ദർശനം വലിയ വാർത്തയായിരുന്നു. 40 വർഷത്തിനിടെ ആദ്യമായാണ് അവിടെ ചുമതലയിലുള്ള സൈനികർക്ക് പുറത്തു നിന്ന ഒരാൾ ഫോർട്ട് സന്ദർശിക്കുന്നത്. ഫോർട്ട് നോക്സിനെയും അവിടുത്തെ സ്വർണ്ണ ശേഖരത്തെയും ചൊല്ലി ദുരൂഹതകൾ പ്രചരിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമാണല്ലോ. ലൂയിവില്ലിൽ നിന്ന് ഏകദേശം 64 കിലോമീറ്റർ തെക്ക് മാറിയാണ് ഫോർട്ട് നോക്സ് മിലിറ്ററി ബേസ് സ്ഥിതി ചെയ്യുന്നത്. 1,89,955 ഏക്കർ ഭൂമിയിൽ വിസ്തൃതമായ സ്ഥലത്താണ് താവളമുള്ളത്. 25,000-ഓളം സൈനികരും കരാർ ജീവനക്കാരും അവരുടെ കുടുംബങ്ങളുമെല്ലാം താവളത്തിൽ കഴിയുന്നുണ്ടെന്നാണ് വിവരം. സ്വർണ്ണശേഖരം മാത്രമല്ല ഫോർട്ട് നോക്സിലുള്ളത്. അത്യപൂർവവും ചരിത്ര പ്രാധാന്യമേറെയുള്ളതുമായ നിരവധി രേഖകളും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. US സ്വാതന്ത്ര്യ പ്രഖ്യാപനം മുതൽ ഭരണഘടനാ കരടും അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം എബ്രഹാം ലിങ്കൻ നടത്തിയ ഗെറ്റിസ്ബർഗ് പ്രസംഗവും ഉൾപ്പെടെ ചരിത്രപ്രധാനമായ പലതും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്.